ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പുറത്ത് നമ്മുടെ മലയാളി മാമന്മാർ കൊട്ടുന്നുണ്ട് കേട്ടോ. ഇലക്ട്രീഷ്യന്മാരാന്ന് തോന്നുന്നു അതാ ഈ കൊട്ട് കേൾക്കുന്നത്. ഇവിടെ എല്ലാം പണി നടക്കും. മാമന്മാർ ദേ വെയിലും കൊണ്ട് മേളിൽ നിന്ന് പണിയോ കഷ്ടം തന്നെ അല്ലേ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചിയെ കാണാതെ പോയിട്ട് ഇന്ന് 3-4 ദിവസമായി. ചേച്ചി എവിടെ പോയതാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോഴിങ്ങനെ തിരക്കിക്കൊണ്ടേ ഇരിക്കുക. പോലീസ് കേസും ഒക്കെ ആയി. പക്ഷെ ചേച്ചി എവിടെ പോയതാണെന്ന് ഒരു അറിവും ഇല്ല കേട്ടോ. ഇന്നും 5 ദിവസമായി, 5ാമത്തെ ദിവസം കേട്ടോ. പെട്ടെന്നൊരാളെ കാണാതാകുമ്പോൾ നമുക്കും ആകപ്പാടെ അങ്കലാപ്പാവും. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മൊത്തം ഇപ്പം എന്താ എവിടെ പോയെന്ന് ഇതുവരെ ഒന്നും ഒരു അറിവും കിട്ടിയില്ല കേട്ടോ. എവിടെ എന്തോ ആപത്ത് വല്ല സംഭവിച്ചോ ഒന്നും നമുക്കറിയാൻ വയ്യ കേട്ടോ. ദൈവമേ, ദൈവം തമ്പുരാൻ ആപത്തും കാര്യങ്ങളും ഒന്നും ആക്കാതെ തിരികെ കൊടുക്കട്ടെ. അമ്മയ്ക്കൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വീട്. അപ്പോൾ അതേ നമുക്കിവിടെ ഒരു കുഞ്ഞൊരു കടയുണ്ട്. അതില്ല അങ്ങോട്ട് പോകുമ്പോൾ ഒരു 3-4 വീട് കഴിയുമ്പോൾ ചേച്ചിയുടെ വീടാണ്. പക്ഷേ ചേച്ചി ഇപ്പോൾ 1 വർഷം കൊണ്ട് മോടെ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. മോടെ പ്രസവ സംബന്ധമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോഴമ്മയായിരുന്നു മോളെ നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ചേച്ചിയെ കാണാതെ പോയത് കേട്ടോ. ചേച്ചിയുടെ വീട് ഇവിടെ കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെ. അപ്പോൾ ഒരു വല്ലാത്ത സങ്കടത്തിൽ 3-4 ദിവസമായില്ലേ എവിടെ പോയത് ഒരു അറിവില്ല. എന്താ പറ്റിയത് ഒന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞങ്ങളെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ എന്തായി ഏതായി ഒന്നും കാണുന്നവരോട് ചോദിക്കണം, എന്തെങ്കിലും വിവരം കിട്ടിയോ. ഇത് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത് 3-4 ദിവസം കൊണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനെ രാവിലെ ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ വിവരമൊക്കെ തിരക്കിയപ്പോൾ എവിടാന്നൊന്നും അറിയാൻ വയ്യ. പുള്ളി എങ്ങാണ്ട് പോകാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പിടിച്ചു നിർത്തി ചോദിച്ചു, എന്തെങ്കിലും വിവരം കിട്ടിയോ. ഒന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞു കേട്ടോ. അപ്പോൾ ദൈവം ആപത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ തിരികെ നമുക്ക് തരട്ടെ കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥന. ഒരു പാവം ചേച്ചി, എല്ലാവരും പാവം കേട്ടോ, സാധുക്കള. അപ്പോൾ അതാ 2-3-4 ദിവസം കൊണ്ട് ഉറക്കമില്ല ഞങ്ങൾക്കൊന്നും. ഒന്നും നമ്മൾ അറിയുന്നില്ലല്ലോ, എന്തോ പറ്റിയെന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പോഴതാണ് ഞാൻ ഇന്നലെ ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല കേട്ടോ. എന്തെന്ന് ആർക്കറിയാം, ഒന്നും അറിയാൻ വയ്യ. ദൈവത്തിനും അറിയാം, ചേച്ചിക്കും അറിയാം എവിടെ പോയെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോവാം. എൻ്റെ നെൽക്കതിരെല്ലാം അടിച്ചു മാറ്റുന്ന കള്ളികൾ കണ്ടോ. കണ്ടോ എത്ര പേരാ തൂങ്ങിക്കിടക്കുന്നേ കണ്ടോ. ഇവരാണ് എൻ്റെ നെൽക്കതിര് അടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ രാവിലെ നോക്കും, അപ്പോൾ തറയിലെല്ലാം ഇത് കൊത്തി കിടക്കും കേട്ടോ. ഈ നെൽക്കതിര് ഒരു 6 പേരൊക്കെ ഇതിനകത്ത് തൂങ്ങിക്കിടക്കും. പിന്നെ വേറൊരു കാഴ്ചയെന്ന് വെച്ചാൽ നമ്മുടെ ശംഖുപുഷ്പത്തിനകത്തുണ്ടോ, നമ്മുടെ ശംഖുപുഷ്പത്തിനകത്തും ആൾക്കാരുണ്ട് കണ്ടോ. കണ്ടോ രാവിലെ വന്നതാ, ഇവരെല്ലാവരും കൂടെ ഒരുപോലെ വന്നതാ. അതിനകത്തും ആളുണ്ട്. ഒരാൾ 1-2-3 പേര് തലയിട്ട് നോക്കുന്നുണ്ട്. രാവിലെ ഇവിടെ ഇരുന്നാൽ മതി ഈ കാഴ്ചകളൊക്കെ കാണാൻ. നെൽക്കതിരിനകത്ത് ആൾക്കാർ പോയി. ഇപ്പുറത്തെ വശത്തെ ഫുള്ള് ഇനി കുറച്ചേ ഉള്ളൂ. എല്ലാം ബാക്കി എല്ലാവരും തിന്നു തീർത്തു. ദേവോത് എല്ലാവരും കൂടെ. ഇന്നൊരു 7-8 പേര് വന്നിട്ടുണ്ട് ഇവിടെ രാവിലെ തന്നെ കേട്ടോ. നല്ല രസമുണ്ട് കുഞ്ഞിക്കിളികൾ. നോക്കാം ഇനി വരുമോന്ന്. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ ഇച്ചിരി വൈകിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞടുക്കളെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വൈകിയൊക്കെയാ, ഇച്ചിരി താമസിച്ചൊക്കെയാ
കാര്യം എന്ന് വെച്ചാൽ ഒരു 2-3 പേരൊക്കെ രാവിലെ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും നമ്മൾ സ്വീകരിക്കണമല്ലോ അല്ലേ. പിന്നെ കുടുംബത്ത് കൊണ്ടുവന്നവൾ അല്ലെങ്കിൽ വച്ച വെള്ളം കൊടുക്കാത്തവളാന്ന് പറയത്തില്ലേ. നമ്മളൊക്കെയൊക്കെ പറയത്തില്ല, അവിടെ ഇവിടെയൊക്കെ ചെന്നിരുന്ന് പറയുമോ ഇല്ലയോ? നിങ്ങൾ പറ, സത്യം പറയും. ഞാനാണെങ്കിലും പറയും, പച്ച വെള്ളം തരാത്തവളെയാ അവിടെ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ പറയും കേട്ടോ. ആഹാ, അങ്ങനെയൊക്കെ ചായയൊക്കെ ഇട്ട് പിന്നെ അവരെ സ്വീകരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണല്ലോ. അവരെയൊക്കെ സ്വീകരിച്ച് വിട്ടിട്ടൊക്കെയാണ് ഞാൻ അടുക്കള കയറിയത്. രാവിലെ ചോറൊക്കെയായി. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു ഒത്തിരി ദിവസമായി നമുക്ക് നമ്മളെ ദോശ ചമ്മന്തി ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്നത്, അതാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്ന ദോശ ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഇത് പറഞ്ഞ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പുട്ടാണ്. ഇതേ ദോശ കിടക്കുന്നു കേട്ടോ. ദോശയും ചമ്മന്തിയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ വീട്ടിൽ എന്നും പുട്ടാണല്ലോ, പുട്ടേ 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 നിന്നെ ഞാൻ മറക്കില്ലെന്നൊക്കെ പാട്ട് പാടി ഇങ്ങനെ നടക്കുന്നത് ഇതാക്കതല്ലേ. അപ്പോഴത്തേണ് നമ്മുടെ ചമ്മന്തി ഇനിയുണ്ട്. മോൻ കഴിച്ചോളൂ, അവന് വയറ് വിശക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ കഴിച്ചോളൂ കേട്ടോ. മീൻ എന്തായാലും എൻ്റെ അണ്ണന് 2 ദിവസം കൊണ്ട് എൻ്റെ ഇന്ന് പഴക്ക് കിട്ടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നല്ല മീനാണ് കൊണ്ടുവരുന്നത്. ഇന്നും നമുക്ക് 2 മീനുണ്ട് കേട്ടോ. ഇന്ന് ഇത് 2 സൈസ് മീനായിട്ടോ. അത് എന്തൊക്കെയാ പേരെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പുളിമുളകും വെക്കുന്ന മീനാട്ടോ. അത് നീണ്ട അങ്ങോട്ട് തിളച്ചു അങ്ങോട്ട് വെച്ചു. പിന്നെ നീണ്ട ചൂടയും വൃത്തിയാക്കി വെച്ചേക്കുക. അതിനി നമുക്ക് പറ്റിക്കാം. മാങ്ങയൊക്കെ ഇട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ഇന്നലെയാണോ ഞാൻ പറഞ്ഞത് മാങ്ങ കൊണ്ടുവന്നെന്ന്. ഇച്ചിരി മാങ്ങയൊക്കെ ഇട്ട് അവനെയും പറ്റിച്ചെടുക്കാം നമുക്ക്. പിന്നെ ഇന്നലെ മോര് കാച്ചിയത് ഇരിപ്പുണ്ട്. അമ്മ ഈ കാര്യങ്ങളൊന്നും കഴിക്കാത്ത ആളാണ്, മോരൊന്നും വേണ്ട കേട്ടോ. അമ്മ നൈസി നമുക്ക് ഇതൊക്കെ കൊടുത്ത് എന്തോ ആന്നില്ല, അമ്മയ്ക്ക് വേണ്ട കേട്ടോ. പിന്നെ ഞാനെന്തോ ചെയ്യാനാ? എന്നാ ചോദിക്കും ഇതൊരു മരുമകളാണോ? ഞാൻ ഒരു മരുമകളാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഒന്നും കഴിക്കത്തില്ല. വയസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനും വയസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒന്നും കഴിക്കത്തില്ലായിരിക്കും. എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ എന്നെ വഴക്ക് പറയായിരിക്കും. ഇല്ലയോ? എനിക്കിപ്പോഴേ പേടിയാട്ടോ. അമ്മയ്ക്ക് എന്തോ വെച്ചാലും അമ്മയ്ക്ക് വേണ്ട, എന്തോ ചെയ്യാനാ? ഈ സരസ്വതിയും കൊണ്ട് വല്ലാത്തൊരു കഷ്ടം കേട്ടോ. സരസ്വതി അടിയൊന്നും കൊള്ളാതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചോണം കേട്ടോ. എത്ര ഇടത്ത് ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിടുന്നു മക്കളും മരുമക്കളും അല്ലേ. അയ്യോ, അതൊന്നുമില്ല. നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടം മാതിരി നമുക്ക് കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ കേട്ടോ. അമ്മ കഴിക്കാത്തത് നമ്മുടെ കുഴപ്പമൊന്നും അല്ലേ. സരസു വല്ലതുമൊക്കെ കഴിക്കണം കേട്ടോ. ആൾക്കാരെയും കൊണ്ട് എന്നെയൊന്നും പറയിപ്പിക്കല്ലേ സരസു. വയസ്സാം കാലത്ത് ആ പെണ്ണൊന്നും പച്ചവെള്ളം കൊടുക്കാത്തവളാന്ന് പറയിക്കല്ലേ സരസു. എൻ്റെ സരസു, എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനാ പിള്ളേരെ. അമ്മ വെച്ച് ആരെങ്കിലും വരുമ്പോഴേ ഇങ്ങനെ ചിലപ്പോൾ ഒത്തിരി നാൾ കൂടി ഓരോരുത്തരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരത്തില്ലേ. അപ്പോഴിങ്ങനെ അമ്മ ക്ഷീണിച്ചിരിക്കുന്നെന്ന് പറയുമ്പം എൻ്റെ മനസ്സിനകത്തൊരു ലഡു പൊട്ടും. അവർ വിചാരിക്കത്തില്ലയോ ഞാനിനി ഒന്നും കൊടുക്കാത്തവളാണെന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം വന്നേരം. ഞാൻ ഒന്നും പറഞ്ഞില്ലേലും എൻ്റെ മനസ്സിനകത്ത് അപ്പോഴങ്ങനെയാണ് ലഡു പൊട്ടുന്നത് കേട്ടോ. അമ്മ ക്ഷീണിച്ചിരിക്കുകയെന്ന് പറയുമ്പം നമ്മളല്ലേ നോക്കുന്നത് കേട്ടോ. ഇനിയിപ്പം അമ്മയ്ക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മരുമകന് വയ്യാതിരിക്കുന്നു. അമ്മയല്ലേ, അമ്മയ്ക്ക് സങ്കടമൊക്കെ വിഷമമൊക്കെ കാണത്തില്ലേ. ഇപ്പം അമ്മ ക്ഷീണിച്ചിരിക്കും കേട്ടോ. എല്ലാവരും ആകെപ്പാടെ ഒരു വല്ലാത്ത കല്യത്തിലൊക്കെ ഇരിക്കുക. പിന്നെ ഓരോ ദിവസം ദൈവം തമ്പുരാൻ നമ്മളെ അങ്ങ് കൊണ്ടുപോകുന്നേ ഉള്ളൂ കേട്ടോ. എന്നാ ചോദിക്കും നമ്മൾ അങ്ങ് എപ്പോഴും വിഷമിച്ചിരിക്കുക. എങ്ങനെ വിഷമിച്ചിരുന്നാലെങ്ങനെ? അല്ല, പിന്നൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയും പോവാം നമ്മളെല്ലാവരും അല്ലേ. കഥയും പറഞ്ഞ് മാങ്ങയും മുളകും ഒക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. ഇനി പടവലങ്ങ ഇരിപ്പുണ്ട്, അത് തോരൻ വെക്കണം. ഞാൻ പറഞ്ഞില്ലേ മോരുകറി ഇരിപ്പുണ്ട്. അത് മതിയല്ലോ, മോരുകറി ഇരിപ്പുണ്ടല്ലോ. ഇനിയിപ്പം ഞാൻ നമ്മുടെ സുജാത ചേച്ചി ആരാ എമ്മിയാണെന്ന് തോന്നുന്നു, പുതിയ സുജാത ചേച്ചിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞു കേട്ടോ. കൺഗ്രാറ്റുലേഷൻ സുജാത ചേച്ചി, ഒന്ന് കാണിക്കണം ഇനി കേട്ടോ. എൻ്റെ സുജാത ചേച്ചി ഒത്തിരി നാളായത് കേട്ടോ. ഒത്തിരി വർഷമായത്. എത്ര വർഷമായത്? ഈ വീട്ടിൽ കയറുന്നതിന് മുന്നേ പഴയ വീട്ടിൽ വെച്ചേ നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ഇതുവരെ അവർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് വയറിളക്കവും തലവേദനയും എല്ലാവർക്കും ഉള്ളതാണല്ലോ, അതൊക്കെയുള്ള ഇടയ്ക്ക് കേട്ടോ. അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതുവരെ കേട്ടോ. നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കുന്ന ഏത് കാര്യമാണെങ്കിലും ഏത് മെഷീനാണെങ്കിലും അല്ലേ, നമ്മൾ സൂക്ഷിച്ചിരി. ചിലർ വൃത്തിയാക്കത്തത് ഒന്നുമില്ല, അങ്ങോട്ടങ്ങ് എന്തെങ്കിലും അരച്ചിട്ടങ്ങ് ചാണ്ടിയിട്ടങ്ങ് പോകും. പക്ഷെ അതൊക്കെ തുടച്ച് വൃത്തി നീറ്റാക്കിയെന്ന് വെച്ചാൽ എപ്പോഴും ഏത് സാധനമാണെങ്കിലും നല്ലതാവുമല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ സുപ്രക്കുട്ടിക്ക് ചില സമയത്ത് തലയ്ക്ക് വെട്ടമൊക്കെ വരും കേട്ടോ.
കേട്ടോ. നിങ്ങളൊക്കെ ചെറിയ ഉള്ളി ചതയ്ക്കുമോ മീനകത്തൊക്കെ, അതോ വലിയ സവാള തല്ലി പൊട്ടിച്ചങ്ങ് ഇടുവാണ്? സവാള മാതിരി ചെറിയ ഉള്ളി തന്നെ എപ്പോഴും ടേസ്റ്റ് അല്ലേ. ഞാനേ ചൂടൊക്കെ ചതച്ചുകൊണ്ട് വരും കേട്ടോ. കഴുകിയിട്ടൊക്കെ വേണം കേട്ടോ. എത്ര പാണ്ടികൾ കഴുകിയിട്ട് ഇളക്കേണ്ടതായി കൊച്ചുള്ളിയൊക്കെ കേട്ടോ. എന്നാ ചോദിക്കും നമ്മളും ഒരു പാണ്ടിയാണ്. ഇപ്പോഴും ചതച്ചുകൊണ്ട് വരും കേട്ടോ. ഇന്ന് പിച്ചിപ്പൂ ഇല്ല, ലേഡീസും ഇല്ല, ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ സീനിയപ്പൂവാണ് വയ്ക്കുന്നത്. സീനിയപ്പൂ വയ്ക്കുക. പണ്ട് സീനിയപ്പൂ ഉണ്ടായിരുന്നല്ലേ ഇതിൻ്റെ തട്ട്. നമുക്ക് തട്ടല്ലേ എനിക്കുള്ളത്, ഒറ്റ ഇതിൻ്റെ കേട്ടോ. തട്ടുള്ളത് നല്ല രസം, നല്ല തട്ടിൻ്റെ ആണെന്ന് തോന്നി. ഇവിടെ ഒത്തിരി അരി ഇരിക്കുന്ന കേട്ടോ. ഇനി പാകണം. മഴ പെയ്യുന്നതിന് മുമ്പ് പാകണം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ഇങ്ങനെ ഒടിഞ്ഞങ്ങ് കൊള്ളത്തില്ല. ഈ ഉണക്കത്ത് നമ്മൾ നട്ട് വെള്ളം കോരണം കേട്ടോ. അപ്പോഴും നമ്മുടെ ആദ്യത്തെ മീൻകറി ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ കാണുന്നില്ലേ, പിന്നെ ഞാൻ ചൂട വെച്ചു. ചൂട അടപ്പത്ത് വെച്ചു. പിന്നെ പടവലങ്ങ നമുക്ക് തോരൻ വെക്കണം. ഇന്ന് ചതച്ചിട്ട് തോരൻ വെക്കുക കേട്ടോ. ഇന്ന് നമ്മളല്ലാതെ വെള്ളക്കല്ലേ ഞാൻ ഇടുന്നത്. ഇന്ന് വേണ്ട നമ്മൾ ചതച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ അങ്ങനെ വെക്കുന്നത് കേട്ടോ. അമ്മ കൂടുതലും ചതച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോഴങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ചതച്ച് വെച്ചേക്കും. അപ്പോഴും ഇത് വെന്തിട്ട് വേണം നമുക്ക് ഉപ്പ് നോക്കണമല്ലോ. മറ്റേ കറിക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കി വാങ്ങി വെച്ചത് കേട്ടോ. നമുക്ക് ഈ കറിക്കിനി മീൻ കറിക്ക് ആരോ പറഞ്ഞു ഉപ്പ് നോക്കുന്നത് ഇഷ്ടമാണ്. നിങ്ങൾ ഉപ്പ് നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴും നമ്മൾ സാധാരണക്കാരല്ലേ, സാധാരണക്കാരാണ് നമ്മളൊക്കെ. അപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും എന്തുവാന്ന് കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ വലിയ എന്താ ചിക്കൻ അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളൊന്നും അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെയൊക്കെ ഈ വെജിറ്റേറിയൻ കറികളും അതൊക്കെ കേട്ടോ. എനിക്കങ്ങനെ അതാ ഇഷ്ടം. വിട്ടാൻ തോന്നും. മതി ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെനിക്ക് ഇങ്ങനെ ഇറച്ചി ഒന്നും എടുക്കുന്നതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാനങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എന്തോ നമുക്ക് അങ്ങോട്ട് മനസ്സിന് വല്ലാത്തൊരിതാണ്. എടുക്കുവാണെങ്കിലും അണ്ണനോ മോനോ ആണ് പിന്നെ കഴുകി തരുന്നത്. ഇപ്പോഴെനിക്ക് ഇപ്പോൾ ഒട്ടും എടുക്കാൻ ഒക്കത്തില്ല. അങ്ങ് ഭയങ്കര ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനും തോന്നില്ല. എന്താണെന്നറിയത്തില്ല. ആരെങ്കിലും വെച്ച് തന്നാൽ കഴിക്കും. അതെനിക്കിഷ്ടം കേട്ടോ. അപ്പോഴെന്തോ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഇതായിരിക്കാം അല്ലേ. അപ്പോഴൊന്ന് പറ്റട്ടെ കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. നല്ല മാങ്ങയായിരുന്നു. പക്ഷെ 2-3 മാങ്ങ കൊണ്ടുവന്നുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഉള്ളത് നല്ല പച്ച മാങ്ങയായിരുന്നു. അപ്പോഴിനി തോരനും കൂടെ വെച്ചാൽ മതി. സലാഡ് ഉണ്ടാക്കാൻ തൈര് ഇരിക്കുന്നുണ്ട്. മോര് കാച്ചിയതും സലാഡും ഒക്കെ എടുത്താൽ മതിയല്ലോ. മീൻ വറ്റുന്നത് വരെ ഇങ്ങനെ വെറുതെ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കാം. ഫ്രിഡ്ജ് അടുത്തായത് കൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കില്ല നമ്മൾ കേട്ടോ. ഓറഞ്ച് മഴക്കോളുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്ന പറഞ്ഞ കാലാവസ്ഥക്കാർ. എന്താവോ എന്തോ എനിക്കറിയത്തില്ല. 2 ദിവസം കൊണ്ട് കളിപ്പിക്കും വരും. പക്ഷെ ഈ സമയമായപ്പോൾ ഒരു മഴക്കോളുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കള വെട്ടം കുറയുന്നവരും. ചൂടെ ഒന്ന് പറ്റടാ. ഇച്ചിരി കൂടെ പറ്റാനുണ്ട് കേട്ടോ. നമ്മള് പറ്റിക്കുമല്ലേ, അതുകൊണ്ടാണ്. നമ്മുടെ ചൂടത്തോരൻ ഇവിടെ റെഡിയായി വറ്റി വന്നു. ഇനി നമുക്ക് പടവലങ്ങ തോരൻ കേട്ടോ. കടുക് വറുത്ത് ഇന്നലെ അപ്പോൾ നമ്മുടെ സജിനി ചേച്ചി എന്നോട് പറഞ്ഞു കോവയ്ക്ക. പിന്നെ ആദ്യം ഞാൻ കടുക് വറുത്തിട്ടാണ് ഇട്ടത്. പിന്നെ നമുക്ക് വാങ്ങുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പറയണേ, ആദ്യം ഞാൻ കടുക് വറുത്താണ് ഇട്ടത്. പിന്നെ അവസാനം വാങ്ങുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണോ അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിവിടെ ലാഭം പിടിയാ. വെളിച്ചെണ്ണയൊക്കെ ലാഭിക്കുക കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പാചകം ചെയ്യുന്നത്, നമുക്കറിയത്തില്ലല്ലോ. ആ സ്ഥലത്ത് അങ്ങനെ ആയിരിക്കും അല്ലേ, ആ സ്ഥലത്ത് അങ്ങനെ ആണെന്നല്ല. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കൊടുത്ത കുറച്ച് ട്രിക്കുകളൊക്കെ കാണുമല്ലേ എല്ലാവരുടെയും കയ്യിൽ അല്ലേ. പൊട്ടിട്ട് കടുക് കേട്ടോ.
നല്ല പിഞ്ച് പടവലങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പടവലങ്ങ ഇങ്ങനെ നല്ല പിഞ്ച് പൊട്ട് ഒരുപാട് പിന്നെ പിന്നെ എന്താ വിളഞ്ഞതാകുമ്പോൾ അത് രസമില്ല അല്ലേ. അപ്പോഴും പൊട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടിട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടം കൂട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ കൊടുക്കാം. നമ്മുടെ സരസ് നോക്കി കഥ പറഞ്ഞേ സരസ് ഇളക്കിയട്ടെ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെക്കാം വേവട്ടെ. ഞാൻ മിക്കവാറും വടക്ക് നോക്കി യന്ത്രമാവും. നമ്മുടെ വടക്കിത് കേട്ടോ, നമ്മുടെ മൊബൈലിൽ ഇരിക്കുന്നിടത്ത് വടക്ക്. ഞാൻ എപ്പോഴും ഇങ്ങനെയല്ലേ നിന്ന് തെക്കോട്ട് വെച്ചാൽ നല്ലോണം കാണാൻ ഒക്കത്തില്ല കേട്ടോ. ഇവിടെ വെച്ചാലും എനിക്ക് കാണാൻ ഒക്കത്തില്ല. നമ്മുടെ ഈ മൊബൈൽ വെച്ചാൽ അവിടെ ഒരു സൗകര്യമുള്ളൂ. ഇവിടെ പിന്നെ ഇത് ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ഹാളിൻ്റെ കേട്ടോ, നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീണ്ടും അടുക്കള വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അടുക്കള നമ്മുടെ വലുത് അപ്പുറത്താണ് കേട്ടോ. ഇത് പിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുപ്പ് എല്ലാം ഞാൻ ഇവിടെ തന്നെ ഒരിടത്ത് നിന്ന് പാചകം ചെയ്താൽ മതിയല്ലേ. എന്തുവാ അങ്ങോട്ടും ഞൊട്ടിച്ചിങ്ങനെ ചായണ്ടാല് അപ്പുറത്തും അടുക്കളയുണ്ട് കേട്ടോ. നമുക്ക് അവിടെയും ഗ്യാസൊക്കെ വെക്കാം. പക്ഷേ ഇത് പിന്നെ നമ്മൾ ഇറക്കിയതായതുകൊണ്ട് ഈ ജനൽ ഇങ്ങനെ വന്നത് ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹാളിൽ നിന്നുള്ള ജനലാട്ടോ. പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അകത്ത് നമ്മൾ കർട്ടൻ ഇടത്തില്ലേ, അപ്പോഴകത്ത് ഇരിക്കുന്നവർക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ല കേട്ടോ. അകത്ത് കർട്ടൻ ഉള്ളതുകൊണ്ടേ ഒത്തിരി പേര് അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ജനൽ വന്നപ്പോഴേ കേട്ടോ. അപ്പോഴേ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞു വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോഴും ഞങ്ങൾക്ക് 3-4 കാക്ക കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ മതി കേട്ടോ. അപ്പോൾ വലിയ കൊട്ടാരമൊന്നും അല്ലെങ്കിലും ഏതൊരു കുഞ്ഞു വീടാണേലും അതിനകത്ത് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ജീവിതമേ ഒരു ജീവിതമല്ല. കുഞ്ഞു വീടാണേലും വലിയ വീടാണേലും വീട്ടിൽ സമാധാനം വേണം അല്ലേ. സമാധാനക്കേടൊന്നും ഇല്ല. നമ്പുരാൻ ഇതുവരെ ഒരു സമാധാനക്കേട് നമുക്ക് വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴതേ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. ഉപ്പ് നോക്കണ്ടേ, അമ്മ വന്നിട്ട് പോയിട്ട്. അതാ ഞാൻ പറയുന്നേ, അമ്മമ്മമാരും അപ്പപ്പന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞുമക്കളെ തിരക്കിയിരിക്കും കേട്ടോ. അവർ കൊച്ചുങ്ങൾ വന്നോ ഇവർ രണ്ടുപേരും വന്നോ എന്നറിയാൻ വേണ്ടി വന്നത് അമ്മയോട്ട് കേട്ടോ. അമ്മ എപ്പോഴും അപ്പുറത്ത് പഴയ അവിടെ ആയിരിക്കുന്നത് കേട്ടോ. എപ്പോഴും പകലെല്ലാം ടി വിയെ കണ്ട് അവിടെ അങ്ങിരിക്കും. ആരുടെയും ഒരു ശല്യമില്ല. എന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെയാട്ടോ. അപ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെയാണ്. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ആരുടെയും ഒരു വേറൊരു ലോകത്ത് അവരൊക്കെ. അപ്പോഴും അവർ വന്നോന്നറിയാൻ വന്നതാ ഇങ്ങോട്ട് കേട്ടോ. എന്നിട്ടങ്ങ് പോയി. ഇതാ ഞാൻ പറയുന്നത് കേട്ടോ. പ്രായമായ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചുമക്കൾ വരുന്നത്. കൊച്ചു വന്നോ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കാണെങ്കിലും അവർക്കെന്നല്ല നമുക്കാന്നേലും ഇവരെ പറഞ്ഞു വിട്ട് വരുന്നത് വരാങ്കല. അപ്പം എൻ്റെ സത്യമായിട്ട് വന്നേ നമുക്ക് എന്തുവാ ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എനിക്കറിയത്തില്ല. നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഓരോ ദിവസം ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്കങ്ങ് അങ്കലാപ്പല്ലേ. അപ്പോഴും നമ്മുടെ ഈ സലാഡും കൂടെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് മോനങ്ങ് അവൻ്റെ ഇഷ്ടത്തിന് അവനങ്ങ് അരിഞ്ഞുണ്ടാക്കി കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇനി ചോറൊക്കെ കഴിക്കട്ടെ. ഞങ്ങൾ കുറച്ച് പാത്രമൊക്കെ ഉണ്ട്, ഇവിടെ ഒന്ന് തുടയ്ക്കണം. അതേ ഉള്ളൂ പരിപാടി. അങ്ങനെ നിറച്ച് നമുക്ക് നമ്മുടെ പ്ലാവ് ചക്കയൊക്കെ വീണ് കേട്ടോ. വൈകിട്ടായി, ചോറൊക്കെ ഉണ്ട്, വൈകിട്ടായി. അപ്പോൾ ഞങ്ങളുടെ പ്ലാവെ നിറച്ചും ചക്കയുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എനിക്കിതൊക്കെ കാണുമ്പോൾ പേടിയാണ് കേട്ടോ. നമ്മുടെ പ്ലാവേൽ ചക്ക താഴെ മുട്ടിക്കിടക്കരുത്. അതും എല്ലാവരും കേൾക്കുന്നുണ്ട്. അത് ദോഷമാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എനിക്ക് അതുകൊണ്ട് രാവിലെ വന്ന് കണ്ടപ്പോൾ ദേ ഈ ഒരു കമ്പയിൽ ഒരു ഒത്തിരി ചക്ക കിടക്കുന്നു. ഇതിനിപ്പോൾ ചക്കയുടെ വെയിറ്റ് കൊണ്ടങ്ങ് താഴെ പറ്റത്തില്ല. അപ്പോഴും മണ്ണിൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ. എനിക്ക് അതുകൊണ്ടൊരു പേടി കേട്ടോ.
ഈ ഒരു കൊമ്പിൽ എനിക്ക് പേടി, അങ്ങ് ഒടിച്ച് കളയട്ടെ ആ കൊമ്പ്. പക്ഷെ അമ്മയെ ഇങ്ങനെ പറയുന്ന കേട്ടോ കേട്ടോ, ഇങ്ങനെ അങ്ങ് താഴെ കിടക്കും. എനിക്ക് പേടിയാതൊക്കെ. കെട്ടി വെച്ചാൽ അങ്ങനെ നിൽക്കുമോ? വേണ്ട, എൻ്റെ ഭാഗ്യം പരീക്ഷിക്കണ്ട, നമുക്കങ്ങ് എടുത്ത് കളയല്ലേ. എനിക്ക് പേടി കേട്ടോ ഇങ്ങനെയൊക്കെ. അമ്മ ഇങ്ങനെ പറയുന്നേ. എന്തായാലും അമ്മ ഒന്നും പറയത്തില്ല കേട്ടോ. ഇതിപ്പം വേണ്ട, നമ്മൾ ഭാഗ്യം പരീക്ഷിക്കുന്നില്ല. മുതിർന്നവരൊക്കെ എൻ്റെ ലൈറ്റിക്കകത്ത് പറയാലോ. പിന്നെ പ്രായമുള്ളവർ പറയും ഇങ്ങനൊക്കെ കേട്ടോ. നിങ്ങൾക്ക് എനിക്കറിയത്തില്ല, ചിലരിനി ഇത് കാണുമ്പം പറയും എന്തിനാ ഓടിച്ചു കളഞ്ഞെന്ന്. പക്ഷേ നമ്മുടെ ഇവിടെ ഉള്ള പ്രായമുള്ളവരൊക്കെ നമ്മളോട് പറയുന്നത് ഇങ്ങനെ ചക്ക താഴെ മുട്ടിയിരിക്കരുത്. പക്ഷേ ഇപ്പോൾ ഇല്ല, നമ്മൾ ചെറിയ ഇനം പ്ലാവൊക്കെ ഉണ്ട്, ചെറിയ ഇനം പ്ലാവുണ്ടല്ലോ, അതിനകത്തൊക്കെ ഇങ്ങനെ താഴെ ചക്കയൊക്കെ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് പേടി, ഭയങ്കര പേടി കേട്ടോ. വേണ്ട, ഭാഗ്യം പരീക്ഷിക്കേണ്ട. ഞാൻ എന്തായാലും അതങ്ങ് ഓടിച്ച് വേണ്ട ഇല്ലയോ, നമുക്ക് വേണ്ട ഈ ചക്ക. ഈ തിന്നില്ലേലും വേണ്ടിയില്ല. അങ്ങനെ സമാധാനമായി കേട്ടോ, അത് ഒടിച്ചു. പക്ഷെ ഒത്തിരി ചക്ക ഉണ്ടായിരുന്നു ഇതിനകത്ത് കേട്ടോ. ഇനിയുണ്ട്. ഇനി ബാക്കിയെല്ലാം മേളിൽ കിടക്കുന്നത്, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം ആടുള്ളവർക്ക് കൊടുക്കാം ഇതല്ലേ. ഇതേ ചക്ക ഇത്രയായി കേട്ടോ. വേണ്ട, ഇത്രയായിരുന്നു ചക്ക. ആരോ വണ്ടിയിൽ വന്നു. നമ്മൾ എന്തിനാ ഇങ്ങനെ ഭാഗ്യമൊക്കെ പരീക്ഷിക്കുന്നത്? എനിക്ക് പേടിയാട്ടോ. അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ വന്ന് നോക്കിയപ്പോഴേ ഇത് കണ്ടത് കേട്ടോ. പിന്നെ എനിക്ക് അന്നേരം പോലും മനസ്സിനകത്ത് വേണ്ട, നമുക്ക് പോയി. ശരിക്കും വെള്ളം ഇനിയിപ്പം ഈ വശത്ത് ഒഴിക്കട്ടെ കേട്ടോ. ഈ വശത്ത് ഒഴിക്കുന്നില്ല രാവിലെ, ഈ വശത്ത് വെയിൽ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇനി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ മുറിയൊക്കെ തുടച്ചു. നാളെ 1-ാം തീയതി അല്ലേ, അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ നിൽക്കുക കേട്ടോ. അത്രയ്ക്ക് ചൂട്. പെരയ്ക്കകത്തോട്ട് കയറണമെന്നൊന്നുമില്ല, ഇവിടെ പായിട്ട് കിടന്നുറങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ സിറ്റ് ഔട്ടിലങ്ങ് ഇരിക്കുക, അണ്ണം വരുന്നത് വരെയും കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് അകത്തോട്ട് കയറത്തുള്ളൂ കേട്ടോ. അണ്ണ എപ്പം വരുന്നു അപ്പോഴും ഞാൻ അകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന